ഇന്ത്യയുടെ വ്യോമസേനയ്ക്കുള്ളിൽ കാലപ്പഴക്കമുള്ള യുദ്ധവിമാനങ്ങളുടെ എണ്ണം കണക്കിലെടുത്താൽ അവയെല്ലാം തന്നെ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. മധ്യപ്രദേശിൽ അടുത്തിടെയുണ്ടായ മിറാഷ് 2000 യുദ്ധവിമാനത്തിന്റെ തകർച്ച ആധുനിക യുദ്ധവിമാനങ്ങൾക്കായുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ താൽപ്പര്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്കകൾ ഉയർത്തിക്കാട്ടുകയാണ്. 1985-ൽ ഇന്ത്യ ഏറ്റെടുത്ത മിറാഷ് 2000 രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കപ്പലുകളുടെ ഭാഗമാണ്. ഉൽപ്പാദനവും അറ്റകുറ്റപ്പണികളും ഇന്ത്യയിൽ തന്നെ സ്ഥാപിക്കാത്തതിനാൽ അറ്റകുറ്റപ്പണി കാര്യമായ വെല്ലുവിളി നേരിട്ടിരുന്നു. ഇത് പരിഹരിക്കുന്നതിനായി 2021-ൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് സ്പെയർ പാർട്സുകൾക്കായി മാത്രം 24 വിരമിച്ച മിറാഷുകൾ വാങ്ങിക്കൂട്ടി. 2030-ൽ പണി തീരുമെന്ന് വിചാരിച്ചിരുന്ന ജെറ്റുകൾ ഇപ്പോൾ 2040 വരെ പറക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വിധത്തിൽ മിറാഷുകളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് ഗ്രീസുമായും ഖത്തറുമായും സമാനമായ കരാറുകൾ ഇന്ത്യ പരിഗണിക്കുന്നുണ്ട്. IAFന്റെ കപ്പൽ വിപുലീകരണം മറ്റൊരു പ്രധാന ആശങ്കയാണ്. 42 അംഗീകൃത സ്ക്വാഡ്രൺ ശക്തിയുടെ 31 എണ്ണം മാത്രമേ പ്രവർത്തനക്ഷമമായിട്ടുള്ളൂ. ഓരോ സ്ക്വാഡ്രണിലും ഏകദേശം 18 യുദ്ധവിമാനങ്ങളാണുള്ളത്. പഴയ സോവിയറ്റ് ജെറ്റുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നതിലൂടെ ഇത് രൂക്ഷമാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. 2001-ൽ ആരംഭിച്ച ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാന പദ്ധതിയിലെ കാലതാമസത്തെക്കുറിച്ച് വ്യോമസേനാ മേധാവി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ 40 വിമാനങ്ങൾ ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. ചൈന ഇതിനകം 5-ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം വികസിപ്പിച്ചെടുത്തതും 6-ാം തലമുറ ജെറ്റ് പുറത്തിറക്കിയതുമായതിനാൽ ഗുണനിലവാരവും ആശങ്കാവഹമാണ്. ചൈനയിൽ നിന്ന് 5-ാം തലമുറ വിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള പദ്ധതികളോടെ പാകിസ്ഥാനും തങ്ങളുടെ വ്യോമസേനയെ നവീകരിക്കുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും നൂതനമായ വിമാനങ്ങളായ ഫ്രഞ്ച് റാഫേൽസ് 4-ഉം 5-ഉം തലമുറകളിൽപ്പെട്ട ജെറ്റുകളാണ്. 2035ഓടെ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ 5-ാം തലമുറ യുദ്ധവിമാനം ഇപ്പോഴും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വെല്ലുവിളികളെയെല്ലാം നേരിടാൻ വിദേശ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് ഇന്ത്യ പരിഗണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിയ റഷ്യൻ Su-57 ഒരു ഓപ്ഷനാണ്. റെഡിമെയ്ഡ് വിമാനങ്ങൾ ഇന്ത്യയിൽ സംയുക്തമായി നിർമ്മിക്കുമ്പോഴും 5-ാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുന്നതിനുള്ള സഹായം എന്നിവയുൾപ്പെടെയുള്ള സമഗ്രമായ ഒരു കരാർ റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ത്യ ഈ ഓഫർ സ്വീകരിക്കുമോ എന്ന് കണ്ടറിയണം. അമേരിക്കൻ F-35 മറ്റൊരു ഓപ്ഷനാണ്. എന്നാൽ വിമാന വിൽപ്പനയിൽ US ജാഗ്രത പുലർത്തുന്നുണ്ട്. നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയെ F-35 പോലും നിഷേധിച്ചു. ഇന്ത്യ-US പ്രതിരോധ സഹകരണം ഇപ്പോഴും അതിന്റെ പ്രാരംഭഘട്ടത്തിലാണ്. 2023 ഏപ്രിലിൽ എത്തേണ്ടിയിരുന്നതും എന്നാൽ ഇതുവരെ എത്താത്തതുമായ US-ൽ നിന്നുള്ള ജെറ്റ് എഞ്ചിനുകളുടെ വിതരണത്തിലെ കാലതാമസം ഉദാഹരണമാണ്. വിദേശ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് ഇന്ത്യക്ക് ഓപ്ഷണൽ ആണെങ്കിലും ഇന്ത്യ റഷ്യയുടെ വാഗ്ദാനം സ്വീകരിക്കുമോ അതോ മറ്റു മാർഗങ്ങൾ പിന്തുടരുമോ എന്നത് കണ്ടറിയണം. വ്യോമ മേധാവിത്വം നിലനിർത്തുന്നതിനും ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അടിയന്തരമായി പല വെല്ലുവിളികളെ ഇന്ത്യ നേരിടേണ്ടതുണ്ട്.